വെൽക്കം ബാക്ക് ടു ഡീസ് കുക്കിംഗ്. ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നീർദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫെർമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നീർദോശ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു രാത്രി മുഴുവൻ ഞാൻ വെള്ളത്തിൽ കുതിരാൻ ഇട്ടിരുന്നതാണ്. എന്നിട്ട് രാവിലെ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും ഇത് നന്നായി ഒന്ന് കുതിർത്തിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയും അരിയും കൂടി നല്ലതുപോലെ മിക്സിയിലിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കരുത്, അപ്പോൾ ഫൈനായിട്ട് അരച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നീർദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നീർദോശയ്ക്കുള്ള മാവ് നല്ല തിന്നായിരിക്കണം, നല്ല ലൂസായിട്ട് നല്ല വെള്ളം പോലെ ഇരിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് അരി അരയ്ക്കാൻ എടുത്ത വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഈ 4.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ ശരിക്കുള്ള കണക്ക് പറയുകയാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് 1.5 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 4.5 ഗ്ലാസ് വെള്ളമാണ് അരയ്ക്കാനും കൂടി ചേർത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഈ മാവിന് അത്യാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് കണ്ടില്ലേ, നല്ല തിന്നായിട്ട് നല്ല മോരും വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല നെറ്റ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള നീർദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ മാവ് കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നല്ലതുപോലെ ചൂടായ ദോശക്കല്ലിലേക്ക് 2 തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ എണ്ണ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലെ ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഡവറയോ നമുക്ക് എടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം മാവ് എടുക്കുമ്പോഴും ഇത് ഇളക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 1/2 കപ്പ് മാവ് എടുത്ത് ഈ ചൂടായ തവയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ തവയൊന്ന് ചിറ്റിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ വശത്തേക്കും മാവ് എത്തിക്കോളും. എവിടെയെങ്കിലും മാവ് എത്താത്തതുണ്ടെങ്കിൽ അവിടേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂട്ടി വെച്ച് കൊടുത്ത് ഇത് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ മറിച്ചിട്ട് കൊടുത്ത് ഇത് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ നേർത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം 1 മിനിറ്റൊക്കെ മതിയാവും ഇത് വെന്ത് വരാൻ. നന്നായി വെന്ത് വരുമ്പോൾ ഇതിൻ്റെ അരികൊക്കെ ഈ തവയിൽ നിന്ന് വിട്ടുവരും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ സൈഡ്സൊക്കെ ദോശക്കല്ലിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് 4 ഐറ്റം മടക്കിയിട്ട് എടുത്തു മാറ്റാം. കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ദോശ നന്നായി സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ദോശമാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ദോശക്കല്ലിന് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. ചൂടില്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് നമ്മുടെ നീർദോശയ്ക്ക് ഉണ്ടാവില്ല. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഒരല്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് ഇത് ചുട്ടെടുക്കുക. നമ്മളിതിലേക്ക് എണ്ണയൊന്നും തൂവി കൊടുക്കാത്തത് കൊണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇപ്പോൾ തേങ്ങ ചമ്മന്തിയുടെ കൂടെയോ തേങ്ങ ചട്നിയുടെ കൂടെയോ മുളക് ചമ്മന്തിയുടെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേർത്ത ഈ ദോശ ഇതേവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ നീർദോശയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.